ചേന വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ചേന കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അടച്ച് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം. ശേഷം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടു, കറിവേപ്പില, വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പിടി സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഏഴെട്ട് വെളുത്തുള്ളി കട്ട് ചെയ്തതും ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. മുക്കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പുളിവെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ മസാലയെല്ലാം മൂത്ത് കുഴഞ്ഞു വരുന്ന സമയത്ത് നേരത്തെ കുക്കറിൽ വേവിച്ച ചേന ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ശേഷം 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. അര കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയിട്ട് ഫ്ലെയിം ഓഫാക്കി അടച്ചു വയ്ക്കാം. ചിക്കൻ കറി തോറ്റുപോകും രുചിയിൽ ഒരു അടിപൊളി ചേന കറി റെഡി.